പുൽവാമയിലെ ആക്രമണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു നാടകമായിരുന്നു എന്ന ആക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പാകിസ്ഥാനും മോദിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഈ 40 ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന ഗുരുതര ആരോപണമാണ് കെജ്രിവാൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ BJP വരുന്നതാണ് പാകിസ്ഥാന് ഗുണപ്രദം എന്നുള്ള പ്രസ്താവനയും ഇതിന് തെളിവായി അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലേക്ക് കടക്കാം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രഹസ്യ ധാരണകളുണ്ടെന്ന പ്രസ്താവനയാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി രാഷ്ട്രീയ ആയുധമായി BJP ഉപയോഗിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് കെജ്രിവാളിൻ്റെ ആരോപണം. പാകിസ്ഥാനും ഇമ്രാൻഖാനും മോദിയെ പരസ്യമായി ഇപ്പോൾ പിന്തുണയ്ക്കുകയാണ്. മോദിക്ക് അവരുമായി രഹസ്യ ധാരണയുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എല്ലാവരും ചോദിക്കുകയാണ്, പുൽവാമയിൽ ഫെബ്രുവരി 14 നമ്മുടെ ധീരരായ സൈനികരെ പാകിസ്ഥാൻ കൊന്നത് മോദിയെ സഹായിക്കാനാണോ എന്ന്. ഇന്ത്യയിൽ BJP സർക്കാർ വരുന്നതായിരിക്കും നല്ലതെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പാകിസ്ഥാനും പാക് അനുകൂലികളുമാണ് BJPയെ എതിർക്കുന്നത് എന്ന് മോദി ആവർത്തിക്കുന്നതിന് ഇടയിലാണ് ഇമ്രാൻഖാൻ്റെ പ്രസ്താവന വന്നത് എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. BJP വീണ്ടും അധികാരത്തിലെത്തിയാലാണ് കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യയുമായി സമാധാന ചർച്ചകൾക്ക് കൂടുതൽ സാധ്യതയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്നലെ പറഞ്ഞിരുന്നു. കോൺഗ്രസ് സർക്കാരാണ് അധികാരത്തിലെങ്കിൽ BJPയുടെ എതിർപ്പ് ഭയന്ന് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് മടിക്കുമെന്നും ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് കെജ്രിവാൾ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പുൽവാമയിൽ ഉണ്ടായ അപകടം അല്ലെങ്കിൽ അത്തരമൊരു സ്ഫോടനം, ചാവേർ ആക്രമണം ആസൂത്രിതമായ വലിയ രീതിയിൽ അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന ഉണ്ട് എന്നുള്ള നിലപാടിലാണ് കെജ്രിവാൾ എത്തി നിൽക്കുന്നത്. കാരണം BJPക്ക് ഒരു അതിദേശസ്നേഹം ആളിക്കത്തിച്ചുകൊണ്ട് വോട്ടാക്കുകയും അതിലൂടെ മോദി അധികാരത്തിലെത്തുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത്. അതിന് ശേഷം നടന്ന എല്ലാ നടപടികളും പാകിസ്ഥാനുമായി ഒത്തുകളിച്ചുള്ള ഒരു നടപടികളാണ് എന്നാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ ആരോപണം. ബാലാക്കോട്ട് അടക്കമുള്ള ആക്രമണത്തിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും കെജ്രിവാളിൻ്റെ ആരോപണം വളരെ ഗുരുതരമാണ്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഇങ്ങനെയാണ്: പാകിസ്ഥാൻ ആൻഡ് ഇമ്രാൻ ഖാൻ ആർ ഓപ്പൺലി സപ്പോർട്ടിംഗ് മോദിജി. ഇറ്റ് ഈസ് ക്ലിയർ നൗ ദാറ്റ് മോദിജി ഹാസ് സം സീക്രട്ട് പ്ലാൻ വിത്ത് ദം. Anyone is asking, did Pakistan kill 14 of our brave soldiers in Pulwama on 14th February just before election to help Modi ji? എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അതിൽ നിരവധി കമൻറ്റുകളാണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഏതായാലും കെജ്രിവാളിൻ്റെ ഇത്തരമൊരു ആരോപണം വളരെ ഗുരുതരമാണ്. ഒരുപക്ഷെ മറ്റ് കക്ഷികൾ ഏതെങ്കിലും അധികാരത്തിൽ വന്നാൽ അന്വേഷിക്കാൻ തക്ക വിധമുള്ള നിരവധി പഴുതുകൾ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് കമൻറ്റുകൾ വരുന്നത്. ഏതായാലും അത് ആസൂത്രിതമായ ഈ നരേന്ദ്രമോദിയും പാകിസ്ഥാനും തമ്മിൽ, പാകിസ്ഥാൻ പ്രസിഡന്റ് ഇമ്രാൻഖാനും തമ്മിൽ നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സ്ഫോടനമാണ് പുൽവാമയിൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കെജ്രിവാൾ ആരോപിക്കുന്നത്.